ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ വീഡിയോ തുറന്ന മേൽക്കൂരയുള്ള ബസ്സിൽ ലോകത്തിലെ ഏറ്റവും മനോഹര നഗരമായ പാരീസിലൂടെയുള്ള യാത്രയുടെ രണ്ടാം ഭാഗമാണ്. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കുറേയേറെ സ്ഥലങ്ങൾ സന്ദർശിച്ചു. നമ്മളത് കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തുടരുകയാണ്. നമ്മൾ സീൻ നദിയുടെ സൈഡ് വഴി ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളീ കാണുന്നത് ലൂവർ മ്യൂസിയമാണ്. ലൂവർ മ്യൂസിയം ഫ്രാൻസിൻ്റെ പാരീസിലെ ഒരു ദേശീയ ആർട്ട് മ്യൂസിയമാണ്. നഗരത്തിൻ്റെ 1-ാം വാർഡ് സെയിൻറ്റ് വലതുകരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ മൊണോലിസയും വീനസ് ഡി മിലോയും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ കലയുടെ ഏറ്റവും കാനോനിക്കൽ സൃഷ്ടികളുടെ ആസ്ഥാനമാണിത്. ഫിലിപ്പ് രണ്ടാമൻ്റെ കീഴിൽ 12-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ലൂവറെ കൊട്ടാരത്തിലാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. മധ്യകാല ലൂവറെ കോട്ടയുടെ അവശിഷ്ടങ്ങൾ മ്യൂസിയത്തിൻ്റെ ബേസ്മെൻറ്റിൽ കാണാം. നഗരവികസനം മൂലം കോട്ടയ്ക്ക് അതിൻ്റെ പ്രതിരോധ പ്രവർത്തനം നഷ്ടപ്പെട്ടു. 1546 ഫ്രാൻസിസ് ഒന്നാമൻ അതിനെ ഫ്രഞ്ച് രാജാക്കന്മാരുടെ പ്രാഥമിക വസതിയാക്കി മാറ്റി. ഇന്നത്തെ ലൂവറെ കൊട്ടാരം രൂപീകരിക്കുന്നതിനായി കെട്ടിടം പലതവണ വിപുലീകരിച്ചു. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ദേശീയ അസംബ്ലി ലൂവറെ രാജ്യത്തിൻ്റെ മാസ്റ്റർ പീസുകൾ പ്രദർശിപ്പിക്കുന്നതിന് ഒരു മ്യൂസിയമായി ഉപയോഗിക്കണമെന്ന് ഉത്തരവിട്ടു. 537 ചിത്രങ്ങളുടെ പ്രദർശനത്തോടെ 1793 ഓഗസ്റ്റ് 10 മ്യൂസിയം തുറന്നു. ഭൂരിഭാഗം സൃഷ്ടികളും രാജകീയവും കണ്ടുകെട്ടിയതുമായ പള്ളി സ്വത്തുക്കളായിരുന്നു. കെട്ടിടത്തിൻ്റെ ഘടനാപരമായ പ്രശ്നങ്ങൾ കാരണം 1796 മുതൽ 1801 വരെ മ്യൂസിയം അടച്ചുപൂട്ടി. നെപ്പോളിയൻ്റെ കീഴിൽ ശേഖരം വർദ്ധിപ്പിക്കുകയും മ്യൂസിയത്തെ മ്യൂസി നെപ്പോളിയൻ എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. എന്നാൽ നെപ്പോളിയൻ്റെ രാജിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ സൈന്യം പിടിച്ചെടുത്ത പല കൃതികളും അവയുടെ യഥാർത്ഥ ഉടമകൾക്ക് തിരികെ നൽകി. 6,52,000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള 8 ക്യൂറേറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റുകളിലായി 3,80,000 വസ്തുക്കളും 35,000 കലാസൃഷ്ടികളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. ലൂവറെ ശില്പങ്ങൾ, കലാവസ്തുക്കൾ, പെയിൻറ്റിങ്ങുകൾ, ഡ്രോയിങ്ങുകൾ, പുരാവസ്തു കണ്ടെത്തലുകൾ എന്നിവ പ്രദർശിപ്പിക്കുന്നു. 2022 7.8 ദശലക്ഷത്തിലധികം സന്ദർശകരുള്ള ലൂവറെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന മ്യൂസിയമാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ആൾക്കാരെല്ലാം അവിടെ ഇറങ്ങി അങ്ങോട്ട് പോകുന്നു, അതിനകത്തേക്ക് പോകുന്നുണ്ട്. അതിലൂടെയാണ് എല്ലാവരും അതിലൂടെ അകത്തേക്ക് പോകുന്നുണ്ട്. അക്കരെ കാണുന്ന ആ താഴികൂടം പോലെയുള്ളതാണ് അക്കാഡമി ഓഫ് മോറൽ ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഡി ഫ്രാൻസ് ഉൾക്കൊള്ളുന്ന 5 അക്കാഡമികളിൽ ഏറ്റവും ഇളയതായ അക്കാഡമി ഓഫ് മോറൽ ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ഫ്രഞ്ച് ശാസ്ത്ര ഭൂപ്രകൃതിയിൽ സമാനങ്ങളില്ലാത്ത സ്ഥാനം വഹിക്കുന്നുണ്ട്. അവിടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഈ ബിൽഡിങ്ങിൻ്റെ കഴിഞ്ഞ് അപ്പുറത്തെ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ ഒരു സ്തൂപം പോലെ മുകളിലോട്ട് കാണുന്നതാണ് സെൻറ്റ് ജെർമെയിൻ ലെ റോൺ പള്ളി. പാരീസിലെ നിലവിലെ 1-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണ്. പുരാതന ഭരണകാലം മുതൽ ഇത് കലാകാരന്മാരുടെ ഇടവക എന്നാണ് അറിയപ്പെടുന്നത്. ഓക്സറിലെ ബിഷപ്പ് സെൻറ്റ് ജെർമെയിൻ്റെ ബഹുമാനാർത്ഥം സെൻറ്റ് ജെർമെയിൻ ഇൽ ഓക്സ്റോയിസ് എന്ന പേര് നൽകിയിരിക്കുന്നു. 2019 ഏപ്രിൽ 15 ഉണ്ടായ തീപിടുത്തത്തെ തുടർന്ന് 2019 സെപ്റ്റംബർ 1 മുതൽ നോട്ടെഡാം കത്തീഡ്രലിൻ്റെ ചാപ്റ്ററിൻ്റെ കാനോനിക്കൽ സേവനങ്ങൾ ഈ പള്ളി ആതിഥേയത്വം വഹിക്കുന്നു. ഈ തീയതി വരെ
പാരീസിൽ കത്തീഡ്രലിൻ്റെ റെക്ടർ ആർച്ച് പ്രീസ്റ്റാണ് ഇടവകയുടെ ഭരണം നടത്തുന്നത്. ഇതാണ് പള്ളിയുടെ മകുടം. കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ സീനിൻ്റെ വലതുകരയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കടകളും നമ്മുടെ അടുത്ത പോലെ വെളിയിലൊക്കെ കുറച്ച് സാധനങ്ങൾ സ്റ്റാൻഡിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ വന്ന് സാധനങ്ങളൊക്കെ നോക്കി വാങ്ങിക്കാനുള്ള തിരക്കിലാണ്. നമ്മളവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ വലതുവശത്തൂടി നദി ഒഴുകുന്നുണ്ട്. ഒരു പള്ളിയുടെ മുകൾ ഭാഗം കാണാം. ദൂരെയുള്ളൊരു പള്ളിയുടെ ഇവിടെ ഈ ഇടതുവശത്ത് കാണുന്ന പ്രതിമയും ബിൽഡിംഗ് അതിൻ്റെ റൈറ്റ് സൈഡിലെ ബിൽഡിങ്ങുമാണ് ലൂയി വിറ്റൺ. പാരീസിലെ ഹെഡ് ഓഫീസാണ് ലൂയി വിറ്റൻ്റെ. ലൂയി വിറ്റൺ സാധാരണയായി LVMH എന്നറിയപ്പെടുന്നു. ഇതൊരു ഫ്രഞ്ച് ബഹിരാഷ്ട്ര ഹോൾഡിംഗ് കമ്പനിയാണ്. പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആഡംബര വസ്തുക്കളിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരു കമ്പനിയാണ്. ഇടതുവശത്ത് ചെടികളുടെയൊക്കെ പൂക്കളൊക്കെയുള്ള ഒരു കടയാണ്. പിന്നെ മുന്നോട്ട് പോവുകയാണ്. ഇടതുവശത്തൊരു പബ്ലിക് സ്ക്വയറാണ്. പ്ലേസ് ഡു ചാർട്ട്ലെറ്റ് ഈസ് എ പബ്ലിക് സ്ക്വയർ ഇൻ പാരീസ്. ഇത് നമ്മുടെ സീൻ നദിയുടെ വലതുവശത്തെ കരയിലുള്ള ഒരു പബ്ലിക് സ്ക്വയറാണ്. അത് 1-ാമത്തെയും 4-ാമത്തെയും വാർഡിൻ്റെ അതിർത്തിയിലാണ്ട് സ്ഥിതി ചെയ്യുന്നു.
നമ്മൾ വലതുകരയിൽ നിന്ന് പാലത്തെ കൂടി ക്രോസ് ചെയ്തിട്ട് ഇടതുകരയിലേക്ക് പോവുകയാണ്. നമ്മൾ നോട്രഡാം പാരീസ് കത്തീഡ്രൽ കാണാനാണ് പോകുന്നത്. നമ്മൾ നോട്രഡാം പാരീസ് കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിൽ വന്നു. അതിന് മുമ്പിലുള്ള ചെസ്റ്റ്നട്ട് മരങ്ങളാണ് കാണുന്നത്. ചെസ്റ്റ്നട്ട് മരങ്ങൾ പൊതുവെ റോസ് പൂവോടുകൂടിയും വെള്ളപ്പൂവോടുകൂടിയും കാണുന്നുണ്ട്. നോട്രഡാം ഡി പാരീസ് കത്തീഡ്രൽ, പാരീസിലെ കത്തോലിക്ക തിരുപ്പതിയുടെ കത്തീഡ്രലാണ് നോട്രഡാം ഡി പാരീസ്. ഇത് ഐയിലെ ഡീല സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്നു. ഗോതിക് ഫ്രഞ്ച് വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച സ്മാരകങ്ങളിലൊന്നായി ഇത് പരക്കെ കണക്കാക്കപ്പെടുന്നു. അതിൻ്റെ ശില്പങ്ങളും സ്റ്റെയിൻ ഗ്ലാസും റോമനക് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമാണ്. 13 മീറ്റർ വ്യാസമുള്ള 2 വലിയ റോസ് ജാലകങ്ങളുള്ള പടിഞ്ഞാറൻ മുൻഭാഗം ചതുരാകൃതിയിലുള്ള ജീൻ പോൾ ടൂവിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ നോട്രഡാമിൻ്റെ നിലവിലെ സ്ഥാനം വ്യാഴത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു പുറജാതീയ റോമൻ ക്ഷേത്രവും പിന്നീട് ഒരു ആദ്യകാല ക്രിസ്ത്യൻ ബെസിലിക്കയും റോമനക്സ് കത്തീഡ്രലുമായിരുന്നു. 1160 ബിഷപ്പ് മൗറീസ് സുള്ളി ഗോതിക് കലയുടെ പാരമ്പര്യത്തിൽ ഒരു ദേവാലയം നിർമ്മിക്കാൻ തീരുമാനിച്ചു. 1163 ആദ്യത്തെ കല്ല് സ്ഥാപിച്ചു. കെട്ടിടം 1345 വരെ നീട്ടി. ജോവാൻ ഓഫ് ആർക്കിൻ്റെ പുനരധിവാസ വിചാരണ അല്ലെങ്കിൽ 1884 നെപ്പോളിയൻ്റെ കിരീടധാരണം, വിപ്ലവത്തിന് ശേഷം വാസ്തുശില്പിയായ വയലറ്റ് ഡിക്കിൻ്റെ നേതൃത്വത്തിൽ 1844 മുതൽ 1864 വരെ ഒരു വലിയ പുനരുദ്ധാരണം നടത്തി. പാരീസിലെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന സ്മാരകങ്ങളിലൊന്നാണ് നോട്രഡാം ഡി പാരീസ് കത്തീഡ്രൽ. നമുക്ക് 2 ടവറുകളിലും കയറാൻ കഴിയും. അവിടെ വന്നാൽ ഫ്രഞ്ച് തലസ്ഥാനത്തിൻ്റെ മനോഹരമായ കാഴ്ച ഒപ്പിയെടുക്കാൻ പറ്റും. പക്ഷെ ഇപ്പം അത് അടച്ചിട്ടിരിക്കുകയാണ്. പുനരുദ്ധാരണത്തിനായി നേരത്തെ നടന്ന അവിടെ ആക്രമണം നടന്നു. അതുകൊണ്ട് അത് അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പം അതിൻ്റെ പുനരുദ്ധാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പള്ളി നോട്രഡാം കത്തീഡ്രലിൽ ഇരിക്കുന്നത് 6 2ആയിട്ട് തിരിഞ്ഞ് ഒഴുകുന്നുണ്ട്. അതിൻ്റെ നടുക്കുള്ള ഒരു ഐലൻഡ് പോലുള്ള സ്ഥലത്താണ് നോട്രഡാം കത്തീഡ്രലിൽ ഇരിക്കുന്നത്. അവിടെ നമ്മൾ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മറ്റേ കരയിലേക്ക്, നമ്മൾ ഇടത് കരയിലേക്ക് വരുന്നത്. മുന്നോട്ട് നീങ്ങുവാണ്. ഇടതുവശത്തൊക്കെ കടകളുണ്ട്. ഇവിടെല്ലാം വഴിയുടെ നടുക്ക് അതിനെ മാർക്ക് ചെയ്തിട്ട് അതിനകത്ത് സൈഡിലെ ആൾക്കാരെ അങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടി എല്ലാം മറിച്ചിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ചർച്ച് ഓഫ് സെയിൻറ്റ് സെവറിൻ. സജീവമായ ടൂറിസ്റ്റ് സ്ട്രീറ്റ് റൂസ് ആൻഡ് സെവറിലെ പാരീസിലെ 5ാമത്തെ വാർഡിലെ ലാറ്റിൻ ക്വാർട്ടറിലെ ഒരു റോമൻ കത്തോലിക്ക പള്ളിയാണ്. 1230 നിർമ്മിക്കപ്പെട്ടു. പിന്നീട് തീപിടുത്തത്തിന് ശേഷം 15 മുതൽ 17 വരെ നൂറ്റാണ്ടുകളിൽ ജ്വലിക്കുന്ന ഗോതിക് ശൈലിയിൽ പുനർനിർമ്മിക്കുകയും വലുതാക്കുകയും ചെയ്തു. പാരീസ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്കുള്ള ഇടവപ്പള്ളിയായിരുന്നു ഇത്. ഇടതുകരയിൽ നിൽക്കുന്ന ഏറ്റവും പഴയ പള്ളികളിലൊന്നാണിത്. നമ്മൾ അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോവുകയാണ്.
സൈഡിലെല്ലാം കടകളുണ്ട്. വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു സൈഡിൽ. സ്ക്വയർ റെനെ വിവിയാനി മോണ്ടബെല്ലോ പാരീസിലെ 5ാമത്തെ വാർഡിലുള്ള സെൻറ്റ് ജൂലിയനിലെ പൗവറെ ചർച്ചിനോട് ചേർന്നുള്ള ഒരു പൊതു സ്ക്വയറാണ്. അതെല്ലാം നിരവധി പല തരത്തിലുള്ള മരങ്ങളുണ്ട്. പാരീസിൻ്റെ എടുത്തു പറയത്തക്ക ഒരു വിശേഷം അവിടുത്തെ മരങ്ങളുടെ പച്ചപ്പാണ്. ഇവിടെ സൈക്കിളിന് പ്രത്യേക ട്രാക്കുണ്ട്. ഇടതുവശത്ത് സൈക്കിള് പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അതിനോട് ചേർന്നുള്ള ട്രാക്ക് സൈക്കിളിനുള്ളതാണ്. സൈക്കിളിനെ വളരെയധികം ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു നല്ല രഹസ്യം സൈക്കിൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ പാരീസൊക്കെ നല്ല നിരപ്പുള്ള സ്ഥലമായതുകൊണ്ട് സൈക്കിളൊക്കെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഇവിടുത്തെ സൈക്കിളുകൾ മോട്ടറൈസ്ഡ് സൈക്കിൾസുമാണ് കൂടുതലും. ചില മരങ്ങളൊക്കെ ഇല കൊഴിച്ച് ഇങ്ങനെ നിൽക്കുന്നു. തളർത്ത് പൂക്കാനുള്ളൊരു കാലമാണ്. ഞങ്ങൾ പോയത് ഏപ്രിൽ മെയ് സീസണിലാണ്. മഞ്ഞൊക്കെ മാറി എല്ലാം ഇങ്ങനെ തളർത്ത് പൂത്ത് വരുന്ന സമയമാണ്. ഇതാണ് വഴി സൈഡിലൊരു മരം ഇങ്ങനെ നന്നായിട്ട് നിറയെ പൂത്ത് നിൽക്കുന്നു. നല്ല മനോഹരമാണ് അത് കാണാൻ. വീണ്ടും നമ്മൾ സീൻ നദിയുടെ കരവഴിയുള്ള യാത്രയാണ്. സീൻ നദിയുടെ ഇരുവശങ്ങളിലും വലിയ ബിൽഡിങ്ങുകളുണ്ട്. ഇതെല്ലാം പഴയ ബിൽഡിങ്ങുകളാണ്. ഇതിൻ്റെ കരയിലുള്ള പച്ച കളറിലുള്ള അതെല്ലാം ഈ ബുക്ക് ഷോപ്പും അതുപോലെ തന്നെ ഈ ഫ്രെയിം ചെയ്ത ഫോട്ടോസും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ്. ഈ സീൻ നദിയും അതിൻ്റെ കരകളും ഇരുവരകളും യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽപ്പെട്ടതാണ്. ചില കടകൾ തുറന്നിട്ടുണ്ട്. നമ്മുടെ കോട്ടയത്ത് നാഗമ്പടത്തുണ്ട്
ഇതുപോലെ പഴയ ബുക്കുകൾ ലഭിക്കുന്ന കടകൾ. ഇത് വളരെ കാലം മുമ്പ് തന്നെ പാരീസിൽ തുടങ്ങിയതാണ്. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്രാൻസ് ആണ്. 1795 സ്ഥാപിതമായ ഒരു ഫ്രഞ്ച് സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡി ഫ്രാൻസ്. ഇത് രാജ്യത്തെ ശാസ്ത്ര, സാഹിത്യ, കലാരംഗത്തെ പ്രമുഖരെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. അതുവഴി ശാസ്ത്രവും കലയും പരിപൂർണമാക്കാനും സ്വതന്ത്ര ചിന്ത വികസിപ്പിക്കാനും പൊതു അധികാരികളെ ഉപദേശിക്കാനും അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഇത് പഠിച്ച ലോകത്തിൻ്റെ പാർലമെൻറ്റ് എന്ന വിളിപ്പേര് നേടി. നമ്മളവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അത് മ്യൂസിയം ഇൻ പാരീസ് ഓർസെ, ഫ്രാൻസ് സീനിൻ്റെ ഇടതുകരയിൽ 1898 1900 ഇടയിൽ നിർമ്മിച്ച ബ്യൂക്സ് ആർട്സ് റെയിൽവേ സ്റ്റേഷനായ മുൻ ഗാരെ ഡി ഓർസയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1848 മുതൽ 1914 വരെയുള്ള കാലത്തെ പെയിൻറ്റിങ്ങുകൾ, ശില്പങ്ങൾ, ഫർണിച്ചറുകൾ, ഫോട്ടോഗ്രാഫി എന്നിവയുൾപ്പെടെ പ്രധാനമായും ഫ്രഞ്ച് കലകളാണ് ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ബർത്ത് മോറിസോട്ട്, ക്ലോഡ് മോണറ്റ്, എഡ്വേർഡ് മാനറ്റ്, ഡെഗാസ്, റിനോയർ, സെസാൻ, സിറാത്ത്, സിസ്ലി, ഗൗഗിൻ, വാൻഗോഗ് എന്നിവരുൾപ്പെടെയുള്ള ചിത്രകാരന്മാരുടെ ലോകത്തിലെ ഇംപ്രഷനിസ്റ്റ്, പോസ്റ്റ് ഇംപ്രഷനിസ്റ്റ് മാസ്റ്റർ പീസുകളുടെ ഏറ്റവും വലിയൊരു ശേഖരവും ഇവിടെയുണ്ട്. യൂറോപ്പിലെ ഏറ്റവും വലിയ ആർട്ട് മ്യൂസിയങ്ങളിൽ ഒന്നാണ് നമ്മൾ അടുത്ത വശത്ത് കണ്ടത്. 2022 ലോകത്തെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിച്ച 6ാമത്തെ ആർട്ട് മ്യൂസിയമാണിത്. ലൂവറെ കഴിഞ്ഞാൽ ഫ്രാൻസിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ആർട്ട് മ്യൂസിയമാണ്. ഇടതുവശത്ത് ആ കോമ്പൗണ്ടിലുള്ള ചില മരങ്ങളൊക്കെ നന്നായിട്ട് പൂത്തിട്ടുണ്ട്, ചിലതൊക്കെ തളർത്ത് നിൽക്കും നന്നായിട്ട്. ഒരു വലിയ ബോട്ട് പോലെ സ്ഥലയിൽ കിടപ്പുണ്ട്. നമുക്കിത് കഴിഞ്ഞിട്ട് ബോട്ട് ജേർണി ഉണ്ട്. ഈഫൽ ടവറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് വന്ന് നദി രണ്ടായിട്ട് തിരിഞ്ഞ് നടുക്കൊരു ഐലൻഡ് പോലെയുണ്ട്. അതിലൂടെ വന്ന് ഐലൻഡ് കറങ്ങി തിരിച്ച് ഈഫൽ ടവറിൻ്റെ അവിടെ എത്തുന്നതാണ് ബോട്ട് ജേർണി എന്ന് പറയുന്നത്. അപ്പോൾ 1 മണിക്കൂറിൽ അല്പം കൂടുതൽ സമയം അതിനെടുക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ആറിൻ്റെ 2 കരകളിലെയും പാലങ്ങളും ഒക്കെ അതിലൂടെ നമുക്ക് കാണാൻ പറ്റും. അത് അടുത്ത വീഡിയോയിലാണ് നമ്മൾ ബോട്ട് ജേർണി കാണിക്കുന്നത്. ഇതാണ് പാലസ് ബാർബൺ.
ബർബൺ ഫ്രഞ്ച് പാർലമെൻറ്റിൻ്റെ ലോവർ ലെജിസ്ലേറ്റീവ് ചേംബറായ നാഷണൽ അസംബ്ലിയുടെ സമ്മേളന സ്ഥലമാണ് പാലസ് ബർബൺ. പാരീസിലെ 7ാമത്തെ വാർഡിൽ സെയിനിലെ റൂ ഗൗഷിൽ പ്ലേസ് ഡി ല കോൺകോർഡിന് കുറുകെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലൂയി 14-ാമൻ്റെയും മാർക്കിസ് ഡി മോണ്ടെപ്പാൻ്റെയും നിയമാനുസൃത മക്കളായ ബാർബണിലെ ഡച്ചസ് ലൂയിസ് ഫ്രാങ്കോയിസ് ഡി ബാർബണിനായി 1722 ആരംഭിച്ചാണ് യഥാർത്ഥ കൊട്ടാരം. തുടർച്ചയായി 4 വാസ്തുശില്പികൾ ലോറൻസോ ഗിയാർഡിനി, പിയറി കെയിലെറ്റോ, ജീൻ ഓബട്ട്, ജാക്കസ് ഗബ്രിയൽ എന്നിവർ 1728 ഈ കൊട്ടാരം പൂർത്തിയാക്കി. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഇത് ദേശസാൽക്കരിക്കപ്പെട്ടു. കൊട്ടാര സമുച്ചയത്തിന് ഇന്ന് 13,30,000 ചതുരശ്രടി തറ വിസ്തീർണമുണ്ട്. 9,500-ലധികം മുറികളുണ്ട്. അതിൽ 3,000 ആളുകൾ ജോലി ചെയ്യുന്നു. ഈ സമുച്ചയത്തിൽ പാലസ് ബാർബന്റെ പടിഞ്ഞാറ് വശത്തുള്ള ഹോട്ടൽ ഡി ലസ്സെ ഉൾപ്പെടുന്നു. ദേശീയ അസംബ്ലിയുടെ പ്രസിഡന്റ് ഔദ്യോഗിക വസതിയാണത്. നമ്മളിവിടെ മുന്നോട്ട് വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ കണ്ടിട്ട് പോയ സ്ഥലമാണ്. പാരീസിൻ്റെ മധ്യഭാഗത്തുള്ള പ്ലേസ് ഡി ല കോൺകോർഡിൽ സ്ഥിതി ചെയ്യുന്ന 2 സ്മാരക ജലധാരകളുണ്ട്. ആ ജലധാരകളാണ് ഫോണ്ടെയിൻസ് ഡി ല കോൺകോർഡും അവിടെ കാണുന്ന മറച്ചിരിക്കും. ഇപ്പോൾ അത് പണിക്ക് വേണ്ടി മറച്ചിരിക്കുവാണ്. ജാക്കസ് ഇഗ്നസ് ഹിറ്റോർഫാണ് അവ രൂപകൽപ്പന ചെയ്തത്. 1840 ലൂയി ഫിലിപ്പ് രാജാവിൻ്റെ കാലത്ത് പൂർത്തിയാക്കി. തെക്കൻ ജലധാര ഫ്രാൻസിലെ സമുദ്ര വാണിജ്യത്തെയും വ്യവസായത്തെ അനുസ്മരിക്കുന്നു. വടക്കൻ ജലധാര ഫ്രാൻസിൻ്റെ നദികളുടെ നാവിഗേഷനെയും വാണിജ്യത്തെ അനുസ്മരിക്കുന്നു. ഇപ്പോൾ അത് അടച്ചിട്ടിരിക്കുകയാണ് പണികൾക്കായി. ഈ കാണുന്ന സ്തൂപമാണ് ലസ്കർ ഒബിലിസ്കുകൾ എന്ന് പറഞ്ഞ 3000 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ജോഡി പുരാതന ഈജിപ്ഷ്യൻ സ്തൂപങ്ങളാണ്. റാമെസ് രണ്ടാമൻ്റെ ഏകദേശം 1250 BC ഭരണകാലത്ത് ലസ്കർ ക്ഷേത്രത്തിൻ്റെ കവാടത്തിൻ്റെ ഇരുവശവും നിൽക്കാൻ കൊത്തിയെടുത്തതാണ്. 23 മീറ്റർ അല്ലെങ്കിൽ 75 അടി ഉയരമുള്ള വലതുവശത്തുള്ള പടിഞ്ഞാറൻ കല്ല് 1830-കളിൽ ഫ്രാൻസിലെ പാരീസിലെ പ്ലേസ് ഡി ല കോൺകോർഡിലേക്ക് മാറ്റപ്പെട്ടു. അതാണ് നമ്മൾ കണ്ടത്. അതേസമയം ഇടതുവശത്തുള്ള കിഴക്കൻ സ്തൂപം ഈജിപ്തിൽ അതിൻ്റെ സ്ഥാനത്ത് തന്നെ ഇപ്പോഴും തുടരുന്നു. പാരീസിലെ ലസ്കർ ഒബേലിസ്ക് 1936 ഒരു സ്മാരകമാക്കി. നമ്മൾ വീണ്ടും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ അവന്യൂ ഡെസ് ചാപ്സ് എലിസിസിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് 1.9 കിലോമീറ്റർ നീളവും 70 മീറ്റർ വീതിയുമുള്ള ഒരു ട്രഡീഷണലി സ്ട്രെയിറ്റ് പാത്താണ്. 2 സൈഡിലും നിരനിരയായി മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കിഴക്ക് പ്ലേസ് ഡി ല കോൺകോർഡിനും ആർക്ക് ഡി ടൈംഫിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ടൂർ ഡി ഫ്രാൻസ് സൈക്ലിംഗ് റേസിൻ്റെ ഫിനിഷിംഗ് എന്ന നിലയിലും വാർഷിക ബാസിലിൻ്റെ സൈനിക പരേഡിനായും ഈ പാത്ത് ഉപയോഗിക്കുന്നു. ആ കാണുന്ന നമ്മൾ നേരത്തെ കണ്ടതാണ് ഗ്രാൻഡ് പാലസ് ആണ്. ഇത് നമ്മൾ ഗ്രേറ്റ് പാലസ് എന്നറിയപ്പെടും ഇംഗ്ലീഷിൽ. ചാപ്സ് എലിസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്രപരമായ സ്ഥലവും എക്സിബിഷൻ ഹാളുമാണ്. അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ചാൾസ് ഡി ഗുലിയുടെ ഒരു പ്രതിമ കണ്ടത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നതാണ് പെറ്റിറ്റ് പാലസ്. ഒരു പാരീസിലെ ആർട്ട് മ്യൂസിയമാണിത്. 1900-കളിൽ യൂണിവേഴ്സൽ എക്സിബിഷന് വേണ്ടി നിർമ്മിച്ചതാണ്. ഇപ്പോൾ സിറ്റി ഓഫ് പാരീസ് മ്യൂസിയം ഓഫ് ഫൈൻ ആർട്സ് ആണ്. അത് രണ്ടും നമ്മൾ നേരത്തെ ഇതിൻ്റെ ആദ്യ ഭാഗത്തിൽ അതിലൂടെ കവർ ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നമ്മൾ അവന്യൂ ഡെസ് ചാപ്സ് എലിസിസിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഈ സ്ഥലം തിയേറ്ററുകൾക്കും കഫേകൾക്കും ആഡംബര ഷോപ്പുകൾക്കും പേര് കേട്ടതാണ്. ഗ്രീക്ക് പുരാണങ്ങളിലെ മരിച്ച വീരന്മാരുടെ സ്ഥലമായ എലീസിയൻ ഫീൽഡുകളുടെ ഫ്രഞ്ച് എന്നാണ് ഇതിൻ്റെ പേര്. ഗ്രാൻഡ് പാലസ്, പെറ്റിറ്റ് പാലസ്,
തിയേറ്റർ, മാരിഗ്നി, നിരവധി റെസ്റ്റോറൻറ്റുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു പാർക്കായ ജാർഡിൻ ഡെസ് ചാപ്സലിസിലൂടെ കടന്നു പോകുന്നു. പൂന്തോട്ടങ്ങൾ, സ്മാരകങ്ങൾ, ഫ്രഞ്ച് റിപ്പബ്ലിക്കിൻ്റെ പ്രസിഡന്റ് ഔദ്യോഗിക വസതിയായ പ്യൂ ഡി യു ഫാൻബർഗ് സെയിൻറ്റ് ഹൊണോറെ എലിസി കൊട്ടാരം പാർക്കിൻ്റെ അതിർത്തിയിലാണ്. പക്ഷേ അവന്യൂവിൽ തന്നെ അല്ല. നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ വിജയങ്ങളെ ആദരിക്കുന്നതിന് നിർമ്മിച്ച ആർക്ക് ഡി ട്രയംഫിലേക്കാണ് നമ്മളിപ്പോൾ ചെല്ലുന്നത്. എല്ലാം കഫേകളും ആഡംബര വസ്തുക്കളുടെ ഷോപ്പുകളുമാണ്. ഹോട്ടൽസ് ഉണ്ട്. ഈ ഒരു അവന്യൂവിൽ കിട്ടാത്തതായി ഒന്നുമില്ല. ദിവസം 3 ലക്ഷം ആളുകൾ സഞ്ചരിക്കുന്ന ഒരു അവന്യൂ ആണിത്. പാരീസിലെ ഏറ്റവും തിരക്കേറിയ അവന്യൂ. പാരീസിലെ ഏറ്റവും തിരക്കേറിയതും മനോഹരവുമായ അവന്യൂ ആണിത്. നമ്മൾ ഈ അവന്യൂവും ആർക്ക് ഡി ട്രയംഫും നേരത്തെ സെപ്പറേറ്റ് ആയിട്ട് കവർ ചെയ്തിരുന്നു. ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ നമ്മുടെ പഴയ വീഡിയോ കാണുക. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആർക്ക് ഡി ട്രയംഫ്. നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ വിജയങ്ങളെ ആദരിക്കുന്നതിന് നിർമ്മിച്ചതാണ്. ഒരു യുദ്ധസ്മാരകമാണ്. അതിൻ്റെ താഴെ നിലവറകളുണ്ട്. ഒരു ഐഡൻറ്റിഫൈ ചെയ്യാത്ത ഒരു സൈനികൻ്റെ മൃതദേഹം അവിടെ സംസ്കരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പാസ് എടുത്താൽ ഇതിൻ്റെ മുകളിലും കയറാം. ഇവിടെ ഈ ഒരു സ്ക്വയർ എന്ന് പറയുന്നത് 12 സ്ട്രെയിറ്റ് റോഡ്സ് സംഗമിക്കുന്ന ഒരു റൗണ്ടാനയാണ്. ആ റൗണ്ടാനയുടെ മധ്യഭാഗത്താണ് ഈ ആർക്ക് ഡി ട്രയംഫ് സ്ഥിതി ചെയ്യുന്നത്. ഈ റൗണ്ടാനയുടെ ചുറ്റും ഭയങ്കര ക്രൗഡിങ് ആണ്. ചുറ്റും ആൾക്കാർ വന്ന് നിൽക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. നമ്മൾ ഈ റൗണ്ടാനയും കഴിഞ്ഞ് തിരിച്ച് ഈഫൽ ടവറിൻ്റെ അടുത്ത് നിന്ന് ഫ്രണ്ടിൽ ചെന്ന് അവിടെ നമ്മുടെ യാത്ര ഒരു ട്രിപ്പ് അവസാനിക്കുകയാണ്. നമ്മളത് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് നമ്മൾ ബോട്ട് യാത്രയ്ക്കാണ്. ബോട്ട് യാത്ര നമ്മൾ അടുത്ത ഒരു വീഡിയോയ്ക്കകത്താണ് ബോട്ട് യാത്ര കാണിക്കുന്നത്. ഈ ഒരു ആർക്ക് ഡി ട്രയംഫിൻ്റെ നടുവഴി നമുക്ക് വണ്ടി കടത്തി വിടുന്നതല്ല. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലിൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ ആർക്ക് ഡി ട്രയംഫ് കണ്ടിട്ട് നമ്മളിനി ഈഫൽ ടവറിൻ്റെ അടുത്തേക്ക് പോയി അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ അവിടെ നിന്നാണ് കയറിയത്. അവിടെ നമ്മൾ യാത്ര അവസാനിപ്പിക്കുകയാണ്. അവിടെ നിന്നാണ് നമ്മുടെ ബോട്ടിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. നമ്മളിനി അടുത്ത ബോട്ടിംഗ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോർഡർ ഡാം കത്തീഡ്രൽ ഒന്ന് കാണുന്നുണ്ട്. പാരീസ് വരെയും വന്നിട്ട് ഒരു പള്ളിക്കകത്ത് കയറി കണ്ടില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ എന്നുള്ള ചിന്തയിലാണ്.
പക്ഷേ അത് അടച്ചിട്ടിരിക്കുകയാണോ എന്നൊരു സംശയമുണ്ട്. അവിടെ ഒരു സ്ഫോടനം നടന്നതിന് ശേഷം പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തുറന്നോ ഇല്ലയോ എന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട നമ്മുടെ ബെനീസ് വ്ലോഗ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ നമ്മൾ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. തുടർന്ന് നമ്മുടെ ചാനൽ കാണുക, വീഡിയോസ് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.